ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കോളജിയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് മുൻകാല ചോദ്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചോദ്യം വായിക്കുക, ആൻസർ കമൻറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആൻസർ നമ്മൾ അപ്പം തന്നെ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യുക, നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, മാതൃഭാഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉചിതമായ പ്രസ്താവന. ചോദ്യം ശ്രദ്ധിക്കുക. മാതൃഭാഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉചിതമായ പ്രസ്താവന. ഓപ്ഷൻ എ, ബി, സി, ഡി. അല്ലെ എ എന്താണ്? വ്യത്യസ്ത ഭാഷ പഠിച്ചാൽ തനത് സംസ്കാരത്തിന് കോട്ടം സംഭവിക്കും. ജ്ഞാനനിർമ്മിതിക്ക് ഏറ്റവും അനുയോജ്യം മാതൃഭാഷയാണ്. പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. എല്ലാ വിഷയങ്ങളും മാതൃഭാഷയിൽ കൂടി വേണം പഠിക്കാൻ. മാതൃഭാഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉചിതമായ പ്രസ്താവന. വ്യത്യസ്ത ഭാഷ പഠിച്ചാൽ തനത് സംസ്കാരത്തിന് കോട്ടം സംഭവിക്കുമെന്നുള്ളത് ശരിക്കും ഉചിതമാണോ? ജ്ഞാനനിർമ്മിതിക്ക് ഏറ്റവും അനുയോജ്യമായത് മാതൃഭാഷയാണ്, അത് ശരിയാണോ? പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്ന് പറയാമോ? എല്ലാ വിഷയങ്ങളും മാതൃഭാഷയിൽ കൂടി വേണം പഠിക്കാൻ, അത് ശരിയാണോ? ഈ 4 ഓപ്ഷൻസും നിങ്ങൾ വായിച്ചിട്ട് ഏറ്റവും ഉചിതമായ പ്രസ്താവന വേണം കണ്ടെത്താൻ. അപ്പോൾ ഇതിൽ ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരം കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഉത്തരം ബി എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഏറ്റവും ഉചിതമായ പ്രസ്താവന. ശരിയായ അല്ലേ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ജ്ഞാനനിർമ്മിതിക്ക് ഏറ്റവും അനുയോജ്യമായ ഭാഷ മാതൃഭാഷയാണ്. ഒരിക്കലും ഇത് പഠിക്കുന്ന മാതൃഭാഷ എന്താണ് മറ്റു വ്യത്യസ്ത ഭാഷ പഠിച്ചാൽ തനത് സംസ്കാരത്തിന് കോട്ടം തട്ടുമെന്ന് പറയാൻ കഴിയില്ല. പ്രാഥമിക ഭാഷ അല്ലെ പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. എല്ലാ വിഷയങ്ങളും മാതൃഭാഷയിൽ കൂടി വേണമെന്നും പറയാൻ പറ്റില്ല. ഇവിടെ കുറച്ചുകൂടി അനുയോജ്യമായത് മാതൃഭാഷയിലുള്ള പഠനം അല്ലേ ജ്ഞാനനിർമ്മിതിക്ക് ഏറ്റവും അനുയോജ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓപ്ഷൻ ബി ശരിയാക്കിയ ആളുകൾ തീർച്ചയായിട്ടും ശരിയാക്കി, ഒന്നാമത്തെ ഉത്തരം ശരിയാക്കി എന്നൊന്ന് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നല്ല അധ്യാപിക ആരായിരിക്കണം? നല്ല അധ്യാപിക ആരായിരിക്കണം എന്നുള്ളതാണ്. കുട്ടിയേക്കാൾ വളരെയധികം ബുദ്ധിശക്തിയും അറിവും ഉള്ളയാൾ, കുട്ടികൾക്ക് നല്ല അറിവുകൾ പകർന്നു കൊടുക്കുന്നയാൾ, പാഠങ്ങൾ നന്നായി പഠിപ്പിക്കുന്ന വ്യക്തി, കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായും സഹായിയും ആകുന്ന ആൾ. ഓപ്ഷൻ വായിച്ചാൽ തന്നെ പെട്ടെന്ന് കിട്ടും. നല്ല അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആരായിരിക്കണം? കുട്ടിയേക്കാൾ വളരെയധികം ബുദ്ധിശക്തിയും അറിവുമുള്ളയാൾ. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ? ആലോചിച്ച് നോക്കുക. കുട്ടികൾക്ക് നല്ല അറിവുകൾ പകർന്നു കൊടുക്കുന്നയാൾ, അത് വലിയ മോശമല്ലാത്തൊരു ഓപ്ഷനാണ്. പാഠങ്ങൾ നന്നായി പഠിപ്പിക്കുന്ന വ്യക്തി മോശമൊന്നുമല്ല. കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയും സഹായിയുമാകുന്ന ആൾ. അപ്പോൾ ഇവിടെ ഏത് ഓപ്ഷനാണ്? ഏതെങ്കിലും ഒരെണ്ണേ എഴുതാൻ കഴിയുള്ളൂ. ഇനി ഒരുപക്ഷെ ഇവിടെ ഓപ്ഷൻ തന്നിട്ട് ബി, സി, ഡി എന്നിവ ശരി, ബി മാത്രം ശരി, സി മാത്രം ശരി എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 3 എണ്ണം ശരിയാക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ തന്നിട്ടില്ല. അപ്പോൾ ഏറ്റവും ഉചിതമായത് എടുക്കണം. ഏറ്റവും കൂടുതൽ ഉചിതമായത്, കുറച്ചുകൂടി യോജിക്കുന്നത് ഒരു നല്ല അധ്യാപകൻ, കുട്ടികളുടെ എപ്പോഴും കുട്ടികളോടൊപ്പം അല്ലേ, കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി, ഒരു ഹെൽപ്പിംഗ് ഹാൻഡായി, ഒരു സ്കഫോൾഡറായി, ഒരു കൈത്താങ്ങായി നിൽക്കുന്ന ആളാണ് നല്ല അധ്യാപകൻ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉത്തരം നിങ്ങൾക്ക് കിട്ടിയല്ലോ? യെസ്,
അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ഭാഷ സ്വായത്തമാക്കാനുള്ള അവജ്ഞ എല്ലാ കുട്ടികളിലുമുണ്ട്. അവജ്ഞയല്ല, അഭിവാജ്ഞ കേട്ടോ. ഭാഷ സ്വായത്തമാക്കാനുള്ള അഭിവാജ്ഞ എല്ലാ കുട്ടികളിലുമുണ്ട്. എല്ലാ കുട്ടികളിലും ഭാഷ സ്വായത്തമാക്കാനുള്ള ഒരു ഡിവൈസ് ഉണ്ട്. ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഭാഷ സ്വായത്തമാക്കാനുള്ള ഒരു ഡിവൈസ് എല്ലാ കുട്ടികളിലുമുണ്ട്. ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട ഈ ആശയം മുന്നോട്ട് വെച്ചത് സ്കിന്നർ ആണോ, വൈഗോട്സ്കി ആണോ, ചോംസ്കി ആണോ, ഗാർഡ്നർ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഭാഷാശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളത് നമുക്കറിയാം, നോം ചോംസ്കി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും എന്ന് കരുതിയാണ് ഉത്തരം പറഞ്ഞത്. ഒന്ന് കമൻറ്റ് ചെയ്യുക. മൂന്നാമത്തെ ചോദ്യത്തിന് എത്ര പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. കമൻറ്റ് ചെയ്യുക കേട്ടോ. ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ സി ചോംസ്കി, നോം ചോംസ്കി. നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ ജാനുവരി 8-ാം തീയതി ഒരു പുതിയ ബാച്ച് പേജ് 3 അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1999 രൂപയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഫീസ്. ഫുൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. ഒരു മെൻറ്റർ സപ്പോർട്ടോട് കൂടി നിങ്ങളുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ക്ലാസ് കാണാനും പഠിക്കാനും പറ്റുന്ന രീതിയിൽ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും സ്റ്റഡി നോട്ട്സും സ്കൂൾ പാഠപുസ്തകവും എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ മോഡൽ എക്സാമുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ്. നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 1999 രൂപയ്ക്ക് ലഭിക്കും. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. പുതിയ ബാച്ച് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ജാനുവരി 8-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുട്ടിക്ക് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരനോട് കടുത്ത ആരാധനയാണ്. അയാളുടെ ശാരീരിക ചലനങ്ങളും വസ്ത്രധാരണാരീതിയും സ്വഭാവ സവിശേഷതകളും കുട്ടി അനുകരിക്കുന്നു. അയാളുടെ വിജയങ്ങളിൽ അവനും അഭിമാനം കൊള്ളുന്നു. ഇവിടെ ഏതു സമായോജന ക്രിയാതന്ത്രമാണ് കുട്ടി ഉപയോഗിക്കുന്നത്? ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടതാണ്. സമായോജന ക്രിയാതന്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ എന്താണ് ആ ഒരു സിറ്റുവേഷൻ നോക്കിയേ. ഒരു കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരനോട് കടുത്ത ആരാധനയാണ്. അയാളുടെ ശാരീരിക ചലനങ്ങൾ, വസ്ത്രധാരണാ രീതി, സ്വഭാവ സവിശേഷതകൾ ഇതെല്ലാം കുട്ടി അനുകരിക്കുന്നുണ്ട്. അയാളുടെ വിജയത്തിൽ അവൻ എന്ത് ചെയ്യുന്നു? അഭിമാനം കൊള്ളുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമാണ്? താദാത്മീകരണമാണോ, യുക്തീകരണമാണോ, പ്രക്ഷേപണമാണോ, ദമനമാണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചോദ്യം സ്കോർ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? നാലാമത്തേതിൻ്റെ ഓപ്ഷൻ ഏതാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഉറപ്പല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഉത്തരം കിട്ടിയില്ലേ? താദാത്മീകരണമാണ് കേട്ടോ. താദാത്മീകരണമാണ്. ഇതിപ്പോൾ കളിക്കാരനായി ആവണമെന്നൊന്നുമില്ല. മറ്റൊരാളുടെ വിജയം, മറ്റൊരു സ്ഥാപനത്തിൻ്റെ വിജയം, മറ്റൊരു ക്ലബിൻ്റെ വിജയം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിൻ്റെ വിജയം സ്വന്തം വിജയം പോലെ കണ്ട് ആഘോഷിക്കുന്ന, അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന താദാത്മീകരണമാണ്. അതെന്താണ്? താദാത്മീകരണമാണ്. ഇപ്പോൾ ബ്രസീൽ ജയിക്കുമ്പോൾ ബ്രസീൽ ആരാധകന് ഭയങ്കരമായിട്ട് സന്തോഷം. പോർച്ചുഗീസ് ജയിക്കുമ്പോൾ പോർച്ചുഗീസ് ആരാധകന് വല്ലാത്ത സന്തോഷം. അത് ഇവിടെ ഇപ്പോൾ ഫാൻസുകാരുടെ കാര്യം എടുത്ത് നോക്കാം. മോഹൻലാലിൻ്റെ ഒരു സിനിമ വിജയിച്ചാൽ അല്ലേ, മോഹൻലാലിൻ്റെ വിജയം ആക്ച്വലി ആരുടെ വിജയമായിട്ട്? ഫാൻസുകാരുടെ വിജയമായിട്ട്. അത് താദാത്മീകരണമാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കുട്ടികളുടെ വൈകാരിക അവസ്ഥയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണേ. വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കുട്ടികളുടെ വൈകാരിക അവസ്ഥയെ സംബന്ധിച്ച് നോക്കുക, ശരിയല്ലാത്ത എന്നാണ്. ഇവിടെ എങ്ങാനും ശരിയല്ലാത്ത എന്നുള്ളത് നമ്മൾ കാണാതെ പോയാൽ ശരിയായ പ്രസ്താവന എന്നോ അങ്ങനെ എന്തെങ്കിലും വായിച്ചാൽ ചോദ്യത്തിൻ്റെ ഘടനയെ മാറി, ഉദ്ദേശമേ അവിടെ മാറി. കുട്ടികളുടെ വൈകാരിക അവസ്ഥയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. അപ്പോൾ ഇത് നെഗറ്റീവ് ചോദ്യമാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കണം. എ, വികാരം സാമൂഹിക ബന്ധങ്ങളെ ബാധിക്കുന്നു. ബി, വികാരം ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു. സി, വികാരം മാനസിക അന്തരീക്ഷത്തെ ബാധിക്കുന്നു.
ഡി വികാരം മാനസിക കഴിവുകളെ തടസ്സപ്പെടുത്തുന്നു. കിട്ടിയോ? കുട്ടികളുടെ വൈകാരിക അവസ്ഥയെ സംബന്ധിച്ച് ശരിയായവ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിൻ്റെ രൂപമേ മാറി. ഇവിടെ ശരിയല്ലാത്തതാ ചോദിച്ചത്. വികാരം സാമൂഹിക ബന്ധങ്ങളെ ബാധിക്കുന്നു, അത് ആക്ച്വലി ശരിയാണ്. വികാരം ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു, ഒരിക്കലുമില്ല, അത് തെറ്റാണ്. വികാരം മാനസിക അന്തരീക്ഷത്തെ ബാധിക്കുന്നു, ശരിയാണ്. വികാരം മാനസിക കഴിവുകളെ തടസ്സപ്പെടുത്തുന്നു, ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തതാ ചോദിച്ചത്, ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. എന്ന് വെച്ച് നമ്മൾ ഓപ്ഷൻ ബി കൊണ്ടുപോയി കറുപ്പിച്ചാൽ തെറ്റും. കാരണം ഇവിടെ നോക്കുക, ബി മാത്രം എന്നുള്ളതാണ് പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന. അപ്പോൾ അവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ തെറ്റിക്കാൻ ഇങ്ങനെയും തരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ, ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നുകൂടി ഞാനത് ഒന്നുകൂടി പറയാം. നോക്കുക, എന്താണ് ഇവിടെ ചോദ്യം നോക്കുക. കുട്ടികളുടെ വൈകാരിക അവസ്ഥയെ സംബന്ധിച്ച് ശരിയല്ലാത്ത എന്ന് പറയുന്നതിന് പകരം ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഇവിടെ ഏതായിരിക്കും ശരിയായ പ്രസ്താവന? എ വരും, സി വരും, ഡി വരും. അതിനർത്ഥം എന്താണ്? ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. എയും ബിയും സിയും എന്നാണെങ്കിൽ, അല്ലേ, സിയും എന്നാണെങ്കിൽ ഇവിടെ ബി വരില്ല. അപ്പോൾ ഇവിടെ തെറ്റുണ്ട്, ഇവിടെ ഒരു ഓപ്ഷനിൽ തെറ്റ് വരും. അപ്പോൾ എയും ഡിയും അതുപോലെ തന്നെ സിയും എന്നാണ് അങ്ങനെ ആവുക, ഓപ്ഷൻ മാറുക. ഇവിടെ ചോദ്യം നോക്കുക, ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ശരിയായതെന്നുണ്ടെങ്കിൽ എ വരും, ശരിയല്ലാത്തത് അവിടെ ചോദിച്ചത് കൊണ്ട് തെറ്റാൻ സാധ്യത, ഇവിടെ തെറ്റാൻ സാധ്യത എവിടെയാണ് തെറ്റാൻ സാധ്യത? ഇവിടെ വരും ഈ ഒരു കീവേഡ്, ശരിയല്ലാത്ത പ്രസ്താവന. ചോദ്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഒന്ന് എടുത്തു പറഞ്ഞതാണ്, കൺഫ്യൂഷൻ വേണ്ട. നോക്കുക, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. രാജു ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നു. അധ്യാപികയുടെ നിരന്തരമായ പ്രേരണയിലും അവൻ തൻ്റെ സഹപാഠികളുമായി ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല. രാജുവിൻ്റെ ഈ പ്രശ്നത്തിന് കാരണം നോക്കുക, രാജു എന്ന് പറയുന്ന കുട്ടി ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നു എന്നും അധ്യാപികയുടെ നിരന്തരമായ പ്രേരണയിലും അവൻ തൻ്റെ സഹപാഠികളുമായി ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇതിന് കാരണം എന്ത്? അവന് ശാരീരിക വൈകല്യമുള്ളത് കൊണ്ടാണോ, ഭാഷാ വൈകല്യമുള്ളത് കൊണ്ടാണോ, ഒറ്റപ്പെടലാണോ, വൈകാരിക ശോഷണമാണോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എന്താണ് എന്നുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. യെസ്, ഓപ്ഷൻ ഡി വൈകാരിക ശോഷണമാണ്. ശരിയല്ലേ? വൈകാരിക ശോഷണം. ഏഴാമത്തെ ചോദ്യം. ജോണിനെ അധ്യാപകൻ അകാരണമായി വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ തൻ്റെ ദേഷ്യം അധ്യാപകനോട് പ്രകടിപ്പിക്കാൻ കഴിയാതെ പകരം വീട്ടിൽ ചെന്ന് അമ്മയോടും അനുജനോടും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ജോൺ ഏത് ഡിഫൻസ് മെക്കാനിസം, ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ഉപയോഗിച്ചത്? സ്ഥാനഭ്രംശം, പ്രക്ഷേപണം, അനുരൂപണം, പശ്ചാത്ഗമനം എന്നുള്ളതാണ് ഓപ്ഷൻ. എളുപ്പമാണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉത്തരം. ഡിസ്പ്ലേസ്മെൻ്റ് അഥവാ സ്ഥാനഭ്രംശമാണ് ശരി ഉത്തരം. ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എന്താണ്? അധ്യാപകൻ ചീത്ത പറയുന്നുണ്ട്, അധ്യാപകന് തിരിച്ചൊന്നും പറയുന്നില്ല, പകരം ആ ദേഷ്യം എവിടെ പോയിട്ട് കാണിക്കുന്നു? അങ്ങാടി തോറ്റാൽ അമ്മയോട്, അല്ലേ? ക്ലാസ്സിൽ നിന്നുള്ള പ്രശ്നം എവിടെ കൊണ്ടുപോയിട്ട് തീർക്കുന്നു? അമ്മയോട് തീർക്കുന്നു. അപ്പോൾ ഉത്തരം എന്താണ്? സ്ഥാനഭ്രംശം എന്നുള്ളതാണ് ഉത്തരം, അല്ലെ? സ്ഥാനഭ്രംശം എന്നുള്ളതാണ് ഉത്തരം. എട്ടാമത്തെ ചോദ്യം. ചർച്ചാരീതിയുടെ ഒരു മേന്മയല്ലാത്തത് എന്ത്? ഏത്? ചർച്ചാരീതിയുടെ ഒരു മേന്മയല്ലാത്തത്. ചോദ്യം ശ്രദ്ധിക്കണേ, മേന്മ ഏത് എന്നല്ല ചോദിച്ചത്, മേന്മയല്ലാത്തത്. സംഘബോധം വളർത്തുന്നു. സംഘബോധം വളർത്തുന്നത് മേന്മയാണോ മേന്മയല്ലയോ എന്ന് ആലോചിച്ചാൽ മതി. അത് മേന്മയാണ്. അപ്പോൾ ഇത് വരുമോ? വരില്ല. ഇനി സഹിഷ്ണുത വളർത്തുന്നു. സഹിഷ്ണുത എന്ന് പറയുന്നത് മേന്മ, ഗുണമാണോ ദോഷമാണോ? ഗുണമാണ്, മേന്മയാണ്. അപ്പം അതും വരില്ല. വൈകാരിക സമ്മർദ്ദമുണ്ടാക്കുന്നു. സമ്മർദ്ദമുണ്ടാക്കുന്നത് ഗുണമാണോ ദോഷമാണോ? മേന്മയാണോ? അല്ലേ? ആലോചിച്ചാൽ മതി. മേന്മ അല്ലാത്തതാ ചോദിച്ചത്, അപ്പം മേന്മ അല്ലാത്തതാണ്.
എന്ന് വെച്ച് നമ്മൾ നേരെ കറക്കി കുത്തരുത്, ഡി കൂടി വായിക്കണം. ആശയങ്ങളുടെ വ്യക്തതയ്ക്ക് കാരണമാകുന്നു. മേന്മയല്ലേ? മേന്മയാണ്. ചോദ്യം ഇവിടെ മേന്മയല്ലാത്തതല്ലേ ചോദിച്ചത്, അല്ലെ? മേന്മയല്ലാത്തതല്ലേ ചോദിച്ചത്? ഓപ്ഷൻ സി അല്ലേ ഉത്തരം? കിട്ടിയോ? ഓപ്ഷൻ സി ആണ് ഉത്തരം എന്നുള്ളത് കിട്ടിയോ? ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു പോയി. ഇതൊരു നല്ല അധ്യാപകന് അല്ലേ യോജിച്ച പണിയാണോ? അല്ല, അല്ലേ? യെസ്, അടുത്തത് കിട്ടി. ഉത്തരത്തിലേക്ക് പറയുകയല്ല, ഉത്തരത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യേണ്ടത്, ഒരു കൈത്താങ്ങാണ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾ ചെയ്യണേ. 9ാമത്തെ ചോദ്യം, കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? ഞാൻ ഓപ്ഷൻ മാത്രമേ വായിക്കുള്ളൂ, നിങ്ങൾ ഉത്തരം പറയണം. കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? കുട്ടികളെ സ്വയം പഠനത്തിന് പ്രേരിപ്പിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പരീക്ഷകൾ നടത്തുന്നു, വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു, ക്ലാസ് PTA യോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നു. വ്യക്തിവ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന, ഓരോ കുട്ടികളും ഓരോ ഇൻഡിവിജ്വൽസും ഓരോ സ്റ്റുഡൻസും വ്യത്യസ്തരാണ് എന്ന് അറിവുള്ള, ആ വ്യത്യസ്തതയെ അംഗീകരിക്കുന്ന, പരിഗണന നൽകുന്ന ഒരു അധ്യാപികയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഓപ്ഷൻസിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക? കുട്ടികളെ സ്വയം പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണോ ചെയ്യുക? ഇടയ്ക്കിടെ പരീക്ഷ നടത്തുകയാണോ ചെയ്യുക? വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുകയാണോ ചെയ്യുക? ക്ലാസ് PTA യോഗങ്ങൾ ഇടയ്ക്ക് നടത്തുകയാണോ ചെയ്യുക? സിമ്പിളാണ് അല്ലേ? ഉത്തരം കിട്ടിയില്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ അല്ലേ? 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം യെസ്, ഓപ്ഷൻ സി ആണ്. വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു എന്നുള്ളതാണ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 10ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത, ഇല്ലാത്ത സവിശേഷത. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത. വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിക്ക് ഇല്ലാത്ത സവിശേഷതയാണ് സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു. വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിയുടെ സവിശേഷതയാണത്. ഇവിടെ ചോദ്യം ഇല്ലാത്ത സവിശേഷത എന്നാണ്. സ്വന്തം വികാരങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിയുടെ സവിശേഷതയിൽ വരുമോ സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളത്? ഒരിക്കലും ഇല്ല. ആലോചിച്ച് നോക്കിയേ, മറ്റുള്ളവരുടെ വികാരങ്ങളെ കൂടി പരിഗണിക്കാൻ ഉള്ള ശേഷി അവനുണ്ട്. ആർക്ക്? വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിക്ക്. മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കും. അത് തീർച്ചയായിട്ടും വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികളുടെ സവിശേഷതയാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കും. അതും ആരാണ്? വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികളുടെ സവിശേഷതയാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. കാരണം സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ആൾക്ക് അങ്ങനെ ഉള്ള ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി എന്തല്ല, വൈകാരിക ബുദ്ധി ഉള്ള വ്യക്തികളുടെ സവിശേഷതയിൽ പെടാത്തതാണ്. ഇവിടെ ഇല്ലാത്ത തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ അതാണ് വരിക. സവിശേഷതയിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ ഏതൊക്കെ വരും? എയും സിയും ഡിയും വരും. ശ്രദ്ധിക്കണേ, എയും സിയും ഡിയും വരും. കിട്ടിയോ? കുറച്ച് ചോദ്യങ്ങൾ കിട്ടിയോ? എത്ര ചോദ്യങ്ങൾ? 10 ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങളിൽ എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്തു എന്നുള്ളത് നിർബന്ധമായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. 4 കമൻറ്റ് നിങ്ങൾ ചെയ്താലും കുഴപ്പമില്ല. എത്ര കമൻറ്റുകൾ വന്നിട്ടുണ്ട് എന്നൊന്ന് അറിയണം. എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ പരീക്ഷ വരെ നമ്മൾ കൂടെ ഉണ്ടാകും. ഈ ക്ലാസ്സുകൾ ഇങ്ങനെ തുടരാൻ പ്രചോദനമാകുന്നത് നിങ്ങളാണ്. കമൻറ്റ് ചെയ്യുക. തിങ്കളാഴ്ച പുതിയ ബാച്ച്, അക്കാര്യം മറക്കണ്ട. ജോയിൻ ചെയ്യാൻ ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ. അഡ്മിഷൻ എടുക്കാം. നമുക്ക് പരീക്ഷ വരെ നമ്മളൊപ്പം ഉണ്ടാകും. താങ്ക്